അസുരൻ്റെ വധു. രചന ഫൗസിയ നൗഷാദ്. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. കുട്ടിക്ക് വിവാഹം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റില്ല. ഇനിയും 4 തലമുറയ്ക്ക് കഴിഞ്ഞു പോകാനുള്ള സ്വത്തുണ്ട്, ഒരു കുറവും ഉണ്ടാവില്ല. കൂട്ടത്തിൽ അല്പം പ്രായം ചെന്ന ആൾ പറഞ്ഞു. അതിപ്പോ ഇത്ര നാൾ പഠിച്ചിട്ട് എങ്ങനെയാ ഉപേക്ഷിക്കാൻ പറ്റുക? അവൾ ആഗ്രഹിച്ച് നേടിയതാണേ. ഡോക്ടർ ആവണമെന്നത് എൻ്റെ കുട്ടീൻ്റെ വലിയ മോഹമാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞു. നിങ്ങളുടെ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയല്ലേ? ദിവസവും തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ സമയമുണ്ടാവില്ല. ആദിക്കും ഭാര്യ ഒപ്പം വേണമെന്നാ ഞങ്ങൾക്ക് കുട്ടിയെ ബോധിക്കുകയും ചെയ്തു. ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ? ലക്ഷ്മിയമ്മ ആകെ അസ്വസ്ഥമായി. ചെറുക്കനെ കാണുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമുണ്ടായിരുന്നു. വലിയിടത്തു തറവാട്. കേട്ടുകേൾവിയേ ഉള്ളൂ, എങ്കിലും കേട്ടിടത്തോളം പേരും പ്രശസ്തിയുമുള്ള തറവാട്. ഇത്ര വലിയ ബന്ധം എങ്ങനെയാണ് വേണ്ടെന്ന് പറയുക? കൂടാതെ ചെറുക്കനെ കണ്ടപ്പോൾ തന്നെ അവനെ അവൾക്കായി ഉറപ്പിച്ചിരുന്നു. വെളുത്ത ദൃഢമായ ശരീരവും കുഞ്ഞിക്കണ്ണും മീശയും ട്രിം ചെയ്ത് താടിയും ഒക്കെയുള്ള സുന്ദരൻ. തൻ്റെ മകൾക്ക് അവൻ നല്ലപോലെ ചേരുമെന്ന് ആ അമ്മയ്ക്ക് തോന്നി. പക്ഷേ ഇതിപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലായല്ലോ. ലക്ഷ്മിയമ്മ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുമ്പോഴാണ് കൃഷ്ണ പുറത്തേക്ക് വന്നത്. എനിക്ക് ബന്ധത്തിന് താല്പര്യമില്ല. എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരാൾക്ക് വേണ്ടിയും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ഒരുവളല്ല ഞാൻ. നിങ്ങളെയൊക്കെ പോലെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാ ഞാൻ. നിങ്ങൾക്ക് പോവാം. അവൾ ഒരു മടിയും കൂടാതെ അവരുടെ മുഖത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു. അത് കേട്ട് അവനിൽ അതുവരെ ഉണ്ടായിരുന്ന ശാന്തത വിട്ടുമാറി. അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. കൂടെയുള്ള പ്രായമായ മനുഷ്യനും വല്ലാതെയായി. അവളെ രൂക്ഷമായൊന്ന് നോക്കി അവൻ കൊടുങ്കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക ലക്ഷ്മിയമ്മേ. തീരുമാനത്തിന് മാറ്റം വന്നാൽ അറിയിക്കാൻ മടിക്കേണ്ട. അയാൾ സൗമ്യമായി പറഞ്ഞുകൊണ്ട് അവന് പിന്നിലായി പുറത്തേക്ക് നടന്നു. നിമിഷ നേരം കൊണ്ട് കാർ ആ വീടുമുറ്റത്തു നിന്നും പുറത്തേക്ക് കുതിച്ചു. അതെ, ഇന്നോടെ ഞാൻ ഉണ്ടാവൂട്ടോ അമ്മിണിക്കുട്ടിയെ. ഇനി ഞാൻ ഈ പഠിക്കലേക്ക് വരുമ്പോൾ നീ എന്നെ ഒരു നോട്ടം നോക്കും. ഒരു വരവ് വരുന്നുണ്ട്. ഡോക്ടർ കൃഷ്ണഗാഥ. പശുക്കിടാവിന് വൈക്കോൽ എടുത്തു കൊടുക്കുമ്പോൾ അവൾ അതിനോട് പറഞ്ഞു. കൃഷ്ണേ, നീ എന്തെടുക്കും അവിടെ? ട്രെയിനിന് ഇനി അധിക നേരമില്ല. വേഗം റെഡിയാവും കുട്ടിയെ. ലക്ഷ്മിയമ്മ അകത്തളത്തിൽ നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ട് ധൃതിയോടെ കൃഷ്ണ അകത്തേക്കു കയറി. എൻ്റെ ഈശ്വരാ, 2 മണിയായോ? 4 മണിക്കല്ലേ ട്രെയിൻ. ഞാൻ റെഡിയാവട്ടെ. അവൾ മുറിയിലേക്ക് ഓടി. ലക്ഷ്മിയമ്മ മകൾക്കായി കാച്ചിയ നല്ല ഒന്നാന്തരം എണ്ണയും കണ്ണിമാങ്ങ അച്ചാറും കുപ്പിയിലാക്കി ബാഗിൽ വെച്ചു. രാധേ, നീ ആ പലഹാരം കൂടി ഇങ്ങെടുത്തേക്ക്. ഇതൊക്കെ എന്തിനാമേ? ചേച്ചിക്ക് അവിടെ വാങ്ങാവുന്നതല്ലേ ഉള്ളൂ. അത് രാധ ചോദിച്ചു. അത് കൊള്ളാം. നിന്റെ ചേച്ചി ഈ വക സാധനങ്ങൾ കാശു മുടക്കി വാങ്ങി തിന്നാനോ? നല്ല കാര്യം. പെണ്ണിന് അവിടെ എത്തിയാൽ പിന്നെ പഠിത്തം ഒറ്റ ചിന്തയേ ഉള്ളൂ. ലക്ഷ്മിയമ്മ ആവലാതിപ്പെട്ടു. അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത പലഹാരങ്ങൾ കൂടി അവർ അവളുടെ ബാഗിലാക്കി. അപ്പോഴേക്കും കൃഷ്ണ ഒരുങ്ങിയിറങ്ങിയിരുന്നു. റെഡ് ചുരിദാറും ദുപ്പട്ടയുമായിരുന്നു അവളുടെ വേഷം. ചെറിയൊരു പൊട്ട് തൊട്ടിട്ടുണ്ട്. അധികം അലങ്കാരമില്ലെങ്കിലും ആ ചുരിദാറിൽ അവളുടെ നിറം എടുത്തെറിഞ്ഞു. അമ്മ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തരുത്. എനിക്ക് അവിടെ കുറേ പഠിക്കാനുള്ളതാ. പിന്നെ അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഇനി ഇപ്പോഴൊന്നും ഒരു വരവില്ല. ഗാഥ പരിഭവപ്പെട്ടു. ഈ ബന്ധം എൻ്റെ പ്രതീക്ഷ തന്നെയായിരുന്നു മോളെ. നീ ആയിട്ട് അതും തെറ്റിച്ചില്ലേ? എനിക്ക് പറ്റില്ല അമ്മേ. ഈ ജോലി എൻ്റെ സ്വപ്നമാണ്. എനിക്കത് കളയാൻ പറ്റില്ല മോളെ. അവർ വലിയ തറവാടുകാരാ. അവിടേക്ക് ചെന്നു കയറുന്ന പെണ്ണ് ഭാഗ്യവതിയാ. ആദ്യം കുറച്ച് കടുംപിടുത്തമുണ്ടെങ്കിലും നീ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ മതി മോളെ. നമ്മുടെ സ്നേഹത്തിൽ വീഴാത്ത ഒരാണുമില്ല. വേണ്ടമ്മ, അതിൽ എന്തുറപ്പാ ഉള്ളത്? എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എല്ലാത്തിനും വഴിയുണ്ടാവും. പിന്നെ അമ്മയ്ക്ക് പേടിയാണെന്നറിയാം. അമ്മ പേടിക്കണ്ട. ഈ കൃഷ്ണഗാഥ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബന്ധവും നോക്കില്ല. അമ്മ കാണിച്ചു തരുന്ന ഒരാളെ അല്ലാണ്ട് ആരുടെ മുന്നിലും കഴുത്തു നീട്ടി കൊടുക്കില്ല. പോരെ? അവൾ ലക്ഷ്മി അമ്മയോട് ചേർന്ന് നിന്ന് പറഞ്ഞതും അവർ ഒന്ന് നിശ്വസിച്ചു. മതി മോളെ, എൻ്റെ കുട്ടി അങ്ങനൊന്നും പോവില്ല എന്ന് അമ്മയ്ക്കറിയാം. നന്നായി വരും. ഞാൻ ഇറങ്ങട്ടെ, സമയമായി. അച്യുതമാമ വരും മോളെ സ്റ്റേഷനിലേക്കാക്കാൻ. വേണ്ട, ഇനി കാല് വയ്യാത്ത മനുഷ്യനെ കൂടി ബുദ്ധിമുട്ടിക്കേണ്ട അമ്മേ. എൻ്റെ ഫ്രണ്ട് വരും, ഐശ്വര്യ. ഞങ്ങൾ ഒരുമിച്ചാ പോവാ. സൂക്ഷിച്ചു പോണേ. ലക്ഷ്മിയമ്മ അവളുടെ നെറുകയിൽ ചുംബിച്ച് യാത്രയാക്കി. ഇവളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് നമ്മുടെ നായിക കൃഷ്ണഗാഥ. ലക്ഷ്മിയമ്മയുടെ 3 പെൺമക്കളിൽ മൂത്തവൾ. ആള് ഡോക്ടറാണേ. ഈ വർഷം PG കഴിഞ്ഞ് നമ്മുടെ ഗാഥ ഡോക്ടറായി ഇറങ്ങും. രണ്ടാമത്തേത് അനുരാധ. അനു ഡിഗ്രി 2ാം വർഷം.
ഏറ്റവും ഇളയത് ദേവി നന്ദന. ദേവു 10ൽ പഠിക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ കഥയുടെ അടുത്ത ഭാഗങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.